ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്ക് ഹായും അതുപോലെ തന്നെ അവരയച്ച പിക്ചേഴ്സും കാണാം. ആദ്യം നമുക്ക് ഹായ് പറയാം അല്ലേ. അപ്പോൾ ഹായ് ഫാത്തിമ. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരയച്ച പിക്ചേഴ്സ് കാണാം. ഇത് നമുക്ക് ഫാത്തിമ കണ്ണൂരിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയും പിക്ചേഴ്സുകളൊക്കെ ഉണ്ട്, കുറച്ചായിട്ട് ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും പിക്ചേഴ്സ് അയച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ് ഇതുപോലെ കാണിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ടോ ഫേസ്ബുക്ക് ഐഡിയിലോട്ടോ ജിമെയിൽ ഐഡിയിലോട്ടോ അയച്ചു തരാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം കേട്ടോ. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ബോട്ടിലാട്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇതൊരു വേസ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ബോട്ടിലുമല്ലായാലും ഇത് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ കൊറിഗേറ്റഡ് ടൈപ്പ് ഓഫ് സിസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സിസേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ അയൺ ബോക്സ് സാധാരണ പോലെ കട്ട് ചെയ്തിട്ട് അയൺ ബോക്സ് വെച്ച് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഫാസ്റ്റിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളുടെ ബോട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണിക്കാം. ഇതുപോലത്തെ പേപ്പർ റോൾസ് ആണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ റോൾസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇൻ കേസ് അറിയാത്ത കൂട്ടുകാരും ചിലപ്പോഴേക്ക് ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ, എന്ത് ടൈപ്പ് ഓഫ് പേപ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന സ്റ്റിക്കിൻ്റെ 3 സൈസ് മോറായിരിക്കും നമ്മളുടെ തിക്നെസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക് വെക്കാം. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ പേപ്പർ റോൾസ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്ക് ആവുന്നതായിരിക്കും. ഇൻ കേസ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്ക ഭാഗത്തെ ഗ്ലൂ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3 പേപ്പർ റോൾ വെച്ചിട്ട് നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ 3 എണ്ണം വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ നമ്മളൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഞാൻ 3 എണ്ണം പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തെടുത്ത് 3 എണ്ണം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ പേപ്പേഴ്സ് നിൽക്കും, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പേപ്പർ ട്യൂബ്സിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് അത്യാവശ്യമുള്ള ഒരു ലെങ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഭാഗം തന്നെ വേറൊരു പീസ് നമ്മൾ അതേ ഇത് മുകളിൽ വെച്ചിട്ട് അതേ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാതും ഒരേ ലെവലിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്യുക, അതേ ലെങ്ത്തിൽ തന്നെ വെച്ചിട്ട് അടുത്തതും കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പലതും പല പോലെയായി മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നാലാണ് നമ്മൾ ചെയ്യുന്ന വർക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ. പല സൈസ് ആയി കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ പേപ്പർ റോൾസും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പേപ്പർ റോൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്കും വൈറ്റും ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ബോട്ടിലെടുക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫെവിക്കോളിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ പേപ്പർ റോൾസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് മുകളിൽ വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടോ, ബ്ലാക്ക് നീളത്തിലൊട്ടിച്ചു, വൈറ്റ് വീതിയിലൊട്ടിച്ചു, അങ്ങനെ നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ എല്ലാതും അങ്ങനെ, എല്ലാ ബ്ലാക്കുകളും നീളത്തിലും എല്ലാ വൈറ്റുകളും വീതിയിലും ഒട്ടിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫുൾ റൗണ്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ ഒട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു ലെയർ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെയർ അല്ല, ഒരു റൗണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമുക്ക് വീതിയിൽ ഒട്ടിച്ച ആ വൈറ്റിൻ്റെ താഴെ നമ്മൾ നീളത്തിൽ ഒട്ടിച്ചു. കണ്ടോ, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒട്ടിക്കുക. ഓപ്പോസിറ്റ് കളേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനും, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, നീളത്തിൽ ബ്ലാക്ക് ഒട്ടിച്ചു, അടിയിലുള്ള വൈറ്റ് വീതിയിൽ ഒട്ടിച്ചു. അതേ പാറ്റേൺ തന്നെയാണ് മുകളിലും താഴെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഫുൾ ബ്ലാക്ക് ഒട്ടിക്കാം, ഒരു റൗണ്ട് ഫുൾ ബ്ലാക്ക് ഒട്ടിക്കാം, ഒരു റൗണ്ട് ഫുൾ വൈറ്റ് ഒട്ടിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്കിത് ചെയ്തു വന്നപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഭംഗിയായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്തത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് ഗ്ലാസ് ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒട്ടിക്കാനായിട്ട് എളുപ്പമാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ചിലപ്പോൾ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ കയ്യിൽ നല്ല എസ്എച്ച് ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ലാണ്ട് ഒട്ടിക്കിട്ടും. ഇനി ഇൻ കേസ് അതില്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടിഷ്യൂ നമ്മൾ കവർ ചെയ്തെടുക്കില്ലേ, അതുപോലെ ടിഷ്യൂ ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ ബേസ് കൊടുക്കില്ല, അതുപോലെ കവർ ചെയ്തെടുക്കുക. നമ്മൾ ഒരുപാട് ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ചധികം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് ഈ ബോട്ടിലായിട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊരി മാറ്റിയ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അതേ കണ്ടോ, ഇതാണ് നമ്മൾ ഊരി മാറ്റിയിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം അന്ന് ഞാൻ ബോട്ടിലായിട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇത് കളയണ്ട, എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ഇതുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാം. ഗ്ലിറ്റർ സ്റ്റിക്കർ പോലെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ബോട്ടിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത്, അതിൻ്റെ എന്താണ് ഈ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ പേൾസോ സ്റ്റോൺസോ ഒക്കെ വെക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല തന്നെയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ പേപ്പർ റോൾസ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മുടെ പേപ്പർ പിന്നെ കുറേ നാൾ വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്തോളും. അതല്ലെങ്കിൽ നമ്മളിത് സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ഈ പേപ്പർ റോൾസിന് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ഗ്ലോസി ലുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം കണ്ടോ, ഈ ഒരു ഗ്ലോസി ലുക്ക് കിട്ടുന്നത് നമ്മൾ വാർണിഷ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മളുടെ സ്റ്റിക്കേഴ്സിന് ഗ്ലൂ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നോർമലി കുറച്ച് ഗ്ലൂ എടുക്കുക, അതിൻ്റെ ബാക്കിലൊന്ന് ഇത്തിരി അല്പം ഗ്ലൂ കൊടുത്തതിന് ശേഷം അതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് വരുന്നില്ല കേട്ടോ, കട്ടേ തോന്നുന്നു. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്, പകുതി സ്ഥലത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം, ഇതുപോലെ സ്റ്റോൺസോ പേൾസോ ഒക്കെ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. വളരെ പെട്ടെന്ന് വെറും വേസ്റ്റാക്കി കളയുന്ന പേപ്പർ മാത്രം മതി നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലവർ വേസ് ആയിട്ടൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ വെക്കാം. അപ്പോൾ നമ്മളെ ബോട്ടിലാട്ടും ആയി, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ അയച്ചു തരിക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.